59 പേരുടെ ജീവൻ നഷ്ടമായ കവളപ്പാറ നമുക്ക് ഓർമ്മയുണ്ടാകും. ഈ ദുരന്തവും നടന്നിട്ട് ഇന്ന് 5 കൊല്ലം തികയുന്നു. 2019 ഓഗസ്റ്റ് 8-നാണ് കവളപ്പാറയിൽ ദുരന്തമുണ്ടായത്. 40-ലധികം വീടുകൾ മണ്ണിനടിയിലായി. 11 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഓഗസ്റ്റ് 8 വ്യാഴം രാത്രി ഉറങ്ങാനുള്ള ഒരുക്കത്തിനിടെ കുന്നിടിഞ്ഞ നാട്ടുകാരുടെ ജീവനും വീടും കൊണ്ടുപോയി. പ്രതീക്ഷകളും മോഹങ്ങളും തകർത്ത ദുരന്തത്തെ ഭീതിയോടെ മാത്രമാണ് കവളപ്പാറ നിവാസികൾ ഓർക്കുന്നത്. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങളല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വരുമ്പം ഇവിടെ രാവിലെയാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. ഞങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിഞ്ഞത്. അപ്പോൾ രാവിലെ വരുമ്പം ഇതേപോലെ മണ്ണ് വന്ന് നിരന്ന് കിടക്കുകയാണ്. ആരൊക്കെ മരിച്ചു, ആരൊക്കെ എന്താ സംഭവിച്ചതെന്നൊരു കൊടുത്തില്ല. പക്ഷെ ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ രാവിലെ ഞങ്ങൾ കയറിയിട്ട് ആ കുന്നേലുള്ള ആൾക്കാരെ ഫസ്റ്റ് ഇറക്കുക ചെയ്തത്. വെളിച്ചം വന്നപ്പോഴത്തേനും അവിടെ കുറേ പേര് വിട്ടുപോയിരുന്നു. ഇറക്കി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തു, കാണാതിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി. എത്ര പേര് നമുക്ക് ഏകദേശം അങ്ങനെ 62 പേരുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ കവളപ്പാറ നിവാസികൾ ജാഗ്രത പാലിക്കുകയാണ്. ഓറഞ്ച് അലർട്ട് ആയി കഴിഞ്ഞാൽ ആരെയും കാത്തിരിക്കില്ല. താമസം മാറും. ആരൊക്കെ എവിടെയൊക്കെയെന്ന് നാട്ടുകാർ തന്നെ ലൊക്കേറ്റ് ചെയ്യും. ഇനി ഒരിക്കൽ കവളപ്പാറ ഞങ്ങളുടെ ഇവിടെ ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുൻകരുതലെടുത്ത് വെച്ചിട്ടുണ്ട്. നാട് തന്നെ ഈ വാർഡിലെ ആൾക്കാരെല്ലാം കൂടി ഒരു 10-27 പേരടങ്ങുന്ന ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് ആകുമ്പോഴത്തേനും ഞങ്ങൾ എന്ത് ചെയ്യും, ഈ 2 മാസത്തിനുള്ളിൽ ഓറഞ്ച് അലർട്ട് ആകുമ്പോഴത്തേനും ആൾക്കാരെ ഞങ്ങൾ അറിയിക്കും. അവരെ ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നതെന്ന് നോക്കും. ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ വയർലെസ് സെറ്റ് കൊണ്ട് കൊടുക്കും. അപകടത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം പൂർത്തിയായി ദുരന്തം വിതച്ച മണ്ണ് കൃഷിയോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായില്ല. ഈ ഭൂമി അവരെ കൈവശിച്ച് അളന്നു കൊടുത്ത് ഒന്ന് തട്ടി ലെവലാക്കി കൃഷിക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ ഉപയോഗത്തോ. ഇതിപ്പോൾ ആന കയറി ഫുള്ളായിട്ട് മേഞ്ഞ് നടക്കുകയാണ്. യാതൊരു കാട്ടാന ശല്യം കൂടി വരികയാണ്, മൃഗങ്ങളുടെ ശല്യം ഇതിനകത്ത് കൂടുകയാണ്. അപ്പോൾ അത് കൃഷിക്ക് അനുയോജ്യമായ രീതി മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ജനങ്ങൾക്ക് വലിയ ഉപകാരമാണ്. 24 മലപ്പുറം. കവളപ്പാറയിൽ നിന്ന് സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സമീർ, എന്തൊക്കെയാണ് കവളപ്പാറ നമ്മുടെ പെട്ടിമുടി പോലെയോ പുത്തുമല പോലെയോ ഒരു വലിയ ദുരന്തത്തിൻ്റെ ബാക്കിപത്രം കവളപ്പാറയിലും ഉണ്ട്. ഈ കവളപ്പാറയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ എന്താണ് സമീർ ബിൻ കരീമിന് ഈ 5 കൊല്ലം തികയുന്ന വേളയിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? എസ്കെന് 59 പേരുടെ ജീവൻ കവർന്ന കവളപ്പാറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് കാണുന്ന പോലെ അത്ര മനോഹരമായിരുന്നില്ല അന്ന് കവളപ്പാറ. ഇന്ന് ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വളരെയധികം പച്ചപ്പുണ്ട്, ഒപ്പം തന്നെ നല്ല കോടമഞ്ഞൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നല്ലൊരു ദൃശ്യമായിരിക്കും നൽകുക. പക്ഷേ ഇവിടുത്തുകാർക്കോ അല്ലെങ്കിൽ അന്ന് നമ്മൾ വന്ന സമയത്ത് കണ്ടൊരവസ്ഥയോ അല്ല ഇത്. നമുക്കിതൊക്കെ കാണുമ്പോൾ വലിയൊരു ആശങ്കയും വലിയൊരു സങ്കടമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ്. അന്ന് 59 പേരുടെ ജീവനാണ് ഈ മുത്തപ്പൻകുന്ന് ആകെ ഇടിഞ്ഞ് വന്ന സമയത്ത് നഷ്ടമായത് എന്നുള്ളതാണ്. അതിൽ 48 പേരുടെ മൃതശരീരങ്ങൾ മാത്രമാണ് കണ്ടെത്താനത്. 11 പേരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മുത്തപ്പൻ കുന്നിൻ്റെയും ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഈ 11 പേർ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ ഏറ്റവും ആശ്വാസകരമായി നമുക്ക് പറയാനുള്ളത് ഈ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ രക്ഷപ്പെട്ട എല്ലാവരുടെയും പുനരധിവാസം സാധ്യമായി എന്നുള്ളതാണ്. സർക്കാരിൻ്റെയും ഒപ്പം തന്നെ മറ്റുള്ള സുമനസ്സുകളുടെയും സഹായത്താലാണ് പുനരധിവാസം പൂർണ്ണമായും കഴിഞ്ഞത് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ 2019 ഈ ഓഗസ്റ്റ് 8-നാണ് ഈ മല പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് അങ്ങ് കല്ലും മണ്ണും മരങ്ങളും എല്ലാമായി ഇന്ന് ഒഴുകി വരുന്നൊരവസ്ഥയുണ്ടായത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന 40ഓളം വീടുകൾ മണ്ണിലടിലായി എന്നുള്ളതാണ്. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നു, തിരച്ചിൽ നടക്കുന്നു. അന്ന് പുറമെ നിന്നുള്ള വാഹനങ്ങൾക്കോ ആളുകൾക്കൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നൊരവസ്ഥയായിരുന്നില്ല. കാരണം ഇവിടെ നിന്നും ഒലിച്ചിറങ്ങിയ മണ്ണെല്ലാം തന്നെ റോഡിലേക്ക് പോയി. അവിടെയെല്ലാം പാലം തകർന്ന അവസ്ഥ, റോഡിലെല്ലാം തന്നെ മണ്ണും കല്ലും അടിഞ്ഞുകൂടിയ അവസ്ഥ. ഒരുപക്ഷെ പുറമെ നിന്ന് ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് മരണസംഖ്യ കുറക്കാനായത് എന്നുള്ളതാണ്. നിലവിൽ ഈ പ്രദേശവാസികൾ ഒരു ആവശ്യമായി പറയുന്നത്, ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കവളപ്പാറ എന്ന പ്രദേശം പൂർണ്ണമായും താമസയോഗ്യമല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൃഷിയോഗ്യമാക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. അതിന് 5 വർഷത്തോളം തന്നെ ആ ഒരു ആവശ്യത്തിന് പഴക്കമുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു നടപടി ആയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ കാട്ടാന അടക്കമുള്ള മൃഗങ്ങൾ ഈ ഭാഗത്ത് വന്ന് ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ നമ്മളുമായി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കവളപ്പാറ നിവാസികൾ വളരെയധികം ജാഗ്രതയിലാണ്. ഈ ഓറഞ്ച് അലേർട്ട് ആയി കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തുകാർ എല്ലാവരും തന്നെ സ്വയം
എല്ലാവരും പരസ്പരം ബന്ധപ്പെടും. അവർ സ്വയം ബന്ധുവീടുകളിലേക്കും മറ്റുള്ള വീടുകളിലേക്കും തന്നെ മാറി താമസിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും ഈ ഒരു സംഘം ആളുകൾ, പ്രദേശവാസികളെ ഒരു സംഘം ആളുകൾ ഇതിനെ തയ്യാറായിരിക്കുകയാണ്. അവരിങ്ങനെ പരിശോധിക്കും. എന്നിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു മെഷീൻ നൽകും. അങ്ങനെ അതുവഴി കമ്മ്യൂണിക്കേഷൻ നടത്തും. അങ്ങനെ ഓറഞ്ച് അലേർട്ട് ആയി കഴിഞ്ഞാൽ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് മാറുമെന്നുള്ളതാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ നഷ്ടമാകില്ല, വീട് മാത്രമേ ഒരു പക്ഷേ എന്തെങ്കിലും അപകടം ഉണ്ടായി നഷ്ടമാവുകയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പുനരധിവാസം എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ മാത്രം ഒരിക്കലും കഴിയില്ല എന്നുള്ളതും ഇവർ എടുത്തു പറയുന്നു. സ്വകാര്യമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം തന്നെ സ്വകാര്യമായിട്ടുള്ള വ്യവസായികൾ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ പുനരധിവാസം സാധ്യമാകൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ലിസ്റ്റ് ആദ്യം ഇവർ തയ്യാറാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരുമിച്ച് താമസിക്കേണ്ട ആളുകൾക്ക് ഒരു അങ്ങനെ ഒരു ടീമിനെ ലിസ്റ്റ് തയ്യാറാക്കി. അങ്ങനെ വ്യത്യസ്തമായ ലിസ്റ്റുകൾ തയ്യാറാക്കിയാണ് പുനരധിവാസം പൂർണ്ണമായും സാധ്യമാക്കിയത്. ഓക്കെ, താങ്ക് യു.